students, നമ്മൾ previous classൽ haloarenes reactions ആണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. Mainly nucleophile substitution reaction. How fast haloarenes react with a nucleophile. അതാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ haloarenes തന്നെ വേറെ ടൈപ്പ് റിയാക്ഷൻസ് ആണ് ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. Mainly electrophilic substitution reactions. അപ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ഇത്ര കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള വാക്കും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനും ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു റിയാക്ഷൻ തന്നെയാണ്. യു ഹാവ് സ്റ്റഡീഡ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഓഫ് ബെൻസീൻ ഇൻ ദ പ്രീവിയസ് ഇയർ. +1 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനെ പറ്റി ബെൻസീൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയോഫൈൽസ് ആൻഡ് ഇലക്ട്രോഫൈൽസ് ആർ 2 types of reagents. Nucleophile is represented like this. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ന്യൂക്ലിയോഫൈലിനെ റെപ്രസെന്റ് ചെയ്യുക. ഇത് കാണുമ്പോഴേ അറിയാം ഇത് ഇലക്ട്രോൺ റിച്ച് ആണ്, ഇനി വേണ്ടത് ന്യൂക്ലിയസിനെയാണ്. അതുകൊണ്ടാണ് ന്യൂക്ലിയസ് ലവിങ് എന്ന അർത്ഥം വരുന്ന ന്യൂക്ലിയോഫൈൽ എന്നുള്ള വാക്ക് നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത്. ഇലക്ട്രോഫൈൽ ഈസ് റെപ്രസെന്റഡ് ആസ് E+. ഓക്കെ, സോ ഇലക്ട്രോഫൈൽ ഈസ് ആൻ അയോൺ with a positive charge or a neutral molecule with a electron deficient center. Electrophile, what is the meaning of the word electrophile? Electron loving. Okay, അപ്പോൾ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഏതൊരു സെൻറ്ററിനെയും ഇലക്ട്രോഫൈലിന് അറ്റാക്ക് ചെയ്യാൻ കഴിയും. ഇലക്ട്രോൺ റിച്ച് സെൻറ്റേഴ്സിന് നമുക്കറിയാം ബെൻസീൻ റിംഗ് എന്ന് പറയണത്. അപ്പം നമ്മുടെ ക്ലോറോബെൻസീനിലൊക്കെ ബെൻസീൻ റിംഗ് ഉണ്ട്. ക്ലോറോബെൻസീൻ, ബ്രോമോബെൻസീൻ, നമ്മുടെ ഹാലോഅരീൻസിലൊക്കെ ബെൻസീൻ റിംഗ് ഉണ്ട്. ഇതിൻ്റെ അകം ഇലക്ട്രോൺ റിച്ച് ആണ്. എന്തുകൊണ്ടാണ് ഇലക്ട്രോൺ റിച്ച് ആവുന്നത്? ഈ പൈ ഇലക്ട്രോൺസിൽ ഉൾപ്പെടുന്ന ഈ 6 ഇലക്ട്രോണും ഇതിൻ്റെ അകത്ത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ ഇലക്ട്രോഫൈൽ ക്യാൻ അറ്റാക്ക് ആൻ ഇലക്ട്രോൺ റിച്ച് സെൻറ്റർ. ആൻഡ് യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ദി ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ബെൻസീൻ. വാട്ട് ആർ ദി റിയാക്ഷൻസ്? ദി ഇമ്പോർട്ടൻറ്റ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഓഫ് ബെൻസീൻ: ഹാലോജിനേഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ, ഫുഡൽ ക്ലാസ് ആൽക്കൈലേഷൻ, ഫുഡൽ ക്ലാസ് അസൈലേഷൻ. ഇങ്ങനെ 5 ടൈപ്പ് നിങ്ങൾ ലാസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ തന്നെയാണ് ഇവിടെയും പഠിക്കാൻ പോകുന്നത്. ക്ലോറോബെൻസീൻ്റെ ഹാലോജിനേഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ, ഫുഡൽ ക്ലാസ് ആൽക്കൈലേഷൻ ആൻഡ് ഫുഡൽ ക്ലാസ് അസൈലേഷൻ. ബിഫോർ ദാറ്റ് വി ക്യാൻ കമ്പയർ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്ലോറോബെൻസീൻ ആൻഡ് ബെൻസീൻ. ബെൻസീനിലെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ ആ വരുന്ന സബ്സ്റ്റിറ്റ്യൂവൻ്റ്, കാരണം ആൾ ദ പൊസിഷൻ ഇൻ ബെൻസീൻ ആർ ഈക്വൽ. എല്ലാ പൊസിഷനും ഈക്വൽ ആണ്. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും വരുന്ന ഇലക്ട്രോഫൈലിനെ എവിടെ വേണമെങ്കിലും വന്നിരിക്കാം അല്ലേ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്ലോറോബെൻസീൻ, വൺ ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂവൻ്റ്, വൺ ഓഫ് ദ പൊസിഷൻ ഈസ് ഓൾറെഡി ഓക്യുപ്പൈഡ്. വിത്ത് റെസ്പെക്ട് ടു ദിസ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് വി വിൽ കോൾ ദീസ് 2 positions as ortho position and these 2 position as meta position and this position as para position. With respect to this substituent, these 2 positions are ortho, these 2 positions are meta and this position is para. If the substituent is in this place, suppose the substituent is in this place, then these 2 positions are ortho, these 2 positions are meta position and this position is para. And you have already studied that Cl is orthopara director. Orthopara director ആണ് Cl എന്ന് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലോറോബെൻസീൻ, ഈ ക്ലോറോബെൻസീനിലെ നൈട്രേഷൻ നടത്തുമ്പോൾ നൈട്രേഷൻ്റെ സമയത്ത് ഏത് സബ്സ്റ്റിറ്റ്യൂൻ്റ് വരിക? NO2 വരുന്നത് എവിടേക്ക് ആയിരിക്കും? ഇതിൻ്റെ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷൻ, ഈ 2 പൊസിഷനിലാണ് വരുള്ളൂ. മെറ്റാ പൊസിഷനിൽ വരില്ല. കാരണം Clൻ്റെ ഡയറക്ടറി ഇൻഫ്ലുവൻസ് എങ്ങനെയാണ്? Cl ഈസ് ആൻ ഓർത്തോപാര ഡയറക്ടർ. ഓക്കെ, ആൻഡ് കമ്പയറിംഗ് ടു ദി വെൻ വി കമ്പയർ ദ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ക്ലോറോബെൻസീൻ ആൻഡ് ബെൻസീൻ, ദ ക്ലോറോബെൻസീൻ ആൻഡ് ബെൻസീൻ, യു നോ ദാറ്റ് ക്ലോറിൻ ഈസ് എ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്. ക്ലോറിൻ ഒരു ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. സോ ദാറ്റ് comparing with benzene, the electrophilic substitution of chlorobenzene is less or more drastic conditions are required for the electrophilic substitution of chlorobenzene compared to benzene. Benzene ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്ലോറോബെൻസീൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്
കുറച്ചും കൂടെ ഡ്രാസ്റ്റിക് കണ്ടീഷനിലാണ് നടക്കുള്ളൂ. അത്രയ്ക്ക് എളുപ്പമല്ല, ബെൻസീൻ്റെ അത്രയ്ക്ക് എളുപ്പമല്ല. കാരണം ക്ലോറിൻ ഒരു ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്, ഒപ്പം തന്നെ ഓർത്തോപാരാ ഡയറക്ടറുമാണ്. ക്ലോറിൻ ഇവിടെ ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ക്ലോറിൻ എങ്ങോട്ടാണ് പറഞ്ഞയക്കുന്നത്? ഓർത്തോ പൊസിഷനിലോട്ടും പാരാ പൊസിഷനിലോട്ടും. ആൾറെഡി ഇരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂവൻറ്റിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ അടുത്ത ഓർത്തോ മെറ്റാ പാരയൊക്കെ പറയുക. ഇവിടെയാണ് ക്ലോറിനെങ്കിൽ തൊട്ടടുത്ത 2 പൊസിഷൻ ഓർത്തോ, പിന്നെ വരുന്ന 2 പൊസിഷൻ മെറ്റ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന പൊസിഷൻ പാര. അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക. കൃത്യമായിട്ട് ഇത് രണ്ടെണ്ണം ഓർത്തോ അങ്ങനെ പഠിക്കരുത്. ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂവൻറ്റിനെ എവിടെയാണോ അത് വെച്ചുകൊണ്ട് വേണം നമ്മൾ ബാക്കി പൊസിഷൻസ് പറയാൻ. ഓക്കെ, ഇനി നമുക്ക് ഓരോരോ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആയിട്ട് പഠിക്കാം. ആദ്യം തന്നെ ക്ലോറിനേഷൻ ഓഫ് ക്ലോറോബെൻസീൻ അല്ലെങ്കിൽ ബ്രോമോബെൻസീൻ, ഏതിൻ്റെ ആണെങ്കിലും ക്ലോറിനേഷൻ. ഓക്കെ, ക്ലോറിനേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം ക്ലോറോബെൻസീൻ എഴുതുന്നു. യു നോ ദാറ്റ് ക്ലോറിനേഷൻ ഓഫ് റിയേജൻ്റ് എന്താ ഉപയോഗിക്കുക? ക്ലോറിൻ തന്നെ. ക്ലോറിൻ ഈസ് ദ റിയേജൻറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് FeCl3, അൺഹൈഡ്രസ് FeCl3, അൺഹൈഡ്രസ് AlCl3, അങ്ങനെ ഏതെങ്കിലും ഒരു ലൂയിസ് ആസിഡ് അവിടെ വേണം. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? Cl+ എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈലാണ് ഇവിടെ റിയാക്ഷൻ നടത്തുന്നത്. Cl+ റിയാക്ഷൻ നടത്തിയിട്ട് അവിടെ വരുന്ന കാർബോകാറ്റയോൺ ഫോം ചെയ്യും എന്നൊക്കെയുള്ള മെക്കാനിസം ഒക്കെ നിങ്ങൾ ലാസ്റ്റ് ഇയർ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഒരു പ്രോഡക്റ്റിൽ Cl ഇവിടെ ഓർത്തോ പൊസിഷനിൽ വരും. ഇതിനെന്താ പേര് പറയാം? 1,2-ഡൈക്ലോറോബെൻസീൻ. ഈ പ്രോഡക്റ്റിന് എന്താ പേര് പറയാം? 1,2-ഡൈക്ലോറോബെൻസീൻ. കോമൺ നെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓർത്തോ ഡൈക്ലോറോബെൻസീൻ എന്ന് പറയാം. അടുത്ത പ്രോഡക്റ്റിൽ Cl എവിടെ വരിക? അറ്റ് ദി പാരാ പൊസിഷൻ. ബിക്കോസ് ഈ ആദ്യത്തെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് എന്താണ്? ഓർത്തോ പാരാ ഡയറക്ടറാണ്. ഇതിൽ പാരാ പ്രൊഡക്റ്റ് ആണ് മേജർ പ്രൊഡക്റ്റ്. ദിസ് പ്രോഡക്റ്റ് ഈസ് ദി മേജർ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേര് 1,2-ഡൈക്ലോറോബെൻസീൻ, ഇതിൻ്റെ പേര് 1,4-ഡൈക്ലോറോബെൻസീൻ. മേജർ പ്രൊഡക്റ്റ് ഏതാണ്? പാരാ പ്രൊഡക്റ്റ് ഈസ് ദി മേജർ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്ലോറിനേഷൻ. ഇനി എല്ലാ നൈട്രേഷനും സൾഫോണേഷനും ഒക്കെ തന്നെ നിങ്ങൾ ബെൻസീനിൽ പഠിച്ച പോലെ തന്നെ. അപ്പോൾ ക്ലോറിനേഷൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിനെ തന്നെ ഞാൻ നൈട്രേഷൻ്റെ ഇക്വേഷൻ ആക്കി മാറ്റാൻ പോവാണ് കേട്ടോ. അപ്പോൾ അടുത്ത രണ്ടാമത്തെ റിയാക്ഷൻ നൈട്രേഷൻ ആണ്. നൈട്രേഷൻ ഓഫ് ക്ലോറോബെൻസീൻ. നൈട്രേഷൻ, യു നോ ദാറ്റ് നൈട്രേഷന് ഉപയോഗിക്കുന്ന റിയേജൻസ് എന്തൊക്കെയാണ്? നൈട്രേറ്റിംഗ് മിക്സ്ചർ ആണ് നൈട്രേഷൻ ഉപയോഗിക്കുന്ന റിയേജൻറ്റ്, നിങ്ങൾക്കറിയാം. കോൺസെൻട്രേറ്റഡ് HNO3 ആൻഡ് കോൺസെൻട്രേറ്റഡ് H2SO4. ഇതിനെന്താ പറയുക? ഇപ്പോൾ ഈ മിക്സ്ചറിന് എന്താ പറയുക? നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്നാണ് പറയുക. ഓക്കെ, ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് റിയേജൻറ്റ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി നോൺ ആസ് നൈട്രേറ്റിംഗ് മിക്സ്ചർ. എപ്പോഴൊക്കെ NO2 സബ്സ്റ്റിറ്റ്യൂവൻറ്റിന് നമുക്ക് ഈ റിങ്ങിലേക്ക് കൊണ്ടുവരണോ അപ്പോൾ ഉപയോഗിക്കുന്ന റിയേജൻ്റ് ആണ് നൈട്രേറ്റിംഗ് മിക്സ്ചർ. ഈസ് എ മിക്സ്ചർ ഓഫ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, അപ്പോൾ നൈട്രേഷൻ നടത്തുമ്പോൾ വരുന്ന സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഏതാണ്? NO2 ആണ്. ആൾറെഡി ഇവിടെ Cl ഒരു ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുണ്ട്. സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂവൻറ്റിനെ Cl എങ്ങോട്ട് പറഞ്ഞു വിടും? ഓർത്തോ പൊസിഷനിലോട്ടും പിന്നെ പാരാ. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റിൽ NO2 ഓർത്തോ പൊസിഷനിൽ എഴുതുക. രണ്ടാമത്തെ പ്രോഡക്റ്റിൽ NO2 എവിടെ എഴുതണം? പാരാ പൊസിഷനിൽ എഴുതണം. ഹിയർ ആൾസോ പാരാ പ്രൊഡക്റ്റ് ഈസ് ദ മേജർ പ്രൊഡക്റ്റ്. ഓക്കെ, നെയിം ഈസ് ഹിയർ 1-chloro-4-nitrobenzene. 1-chloro-4-nitrobenzene. ഇവിടെയോ 1-chloro-2-nitrobenzene ഈസ് ദ നെയിം. ഇവിടെ ക്ലോറിനും നൈട്രോ ഗ്രൂപ്പും 2 സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്. രണ്ടും പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് അല്ല. ബട്ട് ഇൻ ദ ആൽഫബറ്റിക്കൽ ഓർഡർ C കംസ് ഫസ്റ്റ് കമ്പയർഡ് ടു N. അതുകൊണ്ട് Cക്ക് ഇവിടെ പ്രിഫറൻസ് കിട്ടും. രണ്ടുപേരും പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് അല്ല. അതുകൊണ്ട് ക്ലോറിന് 1ഉം നൈട്രോയ്ക്ക് 2ഉം. ഇവിടെ അതുപോലെ ക്ലോറിന് 1ഉം നൈട്രോയ്ക്ക് 4ഉം. അപ്പോൾ 1-chloro-2-nitrobenzene, 1-chloro-4-nitrobenzene. ഏതാണ് മേജർ പ്രൊഡക്റ്റ്? ഏതാണ്? Para product is the major product. Okay, so nitration is also similar to nitration of benzene. Now we can discuss sulfonation. The next electrophilic substitution reaction is sulfonation, which is also similar to sulfonation of benzene. അപ്പോൾ ഞാനിവിടെ ഇതിനെ തന്നെ ചെറുതാക്കി മാറ്റിയാൽ സൾഫോണേഷൻ്റെ ഇക്വേഷൻ ആക്കി മാറ്റാൻ പറ്റും.
See sulfonation of chlorobenzene. ഇവിടുത്തെ റീഏജന്റ് കോൺസെൻട്രേറ്റഡ് H2SO4. ഓളിയം യൂസ് ചെയ്താലും കുഴപ്പമില്ല, കോൺസെൻട്രേറ്റഡ് H2SO4 ആണ് യൂസ് ചെയ്യുക. ഓർ യു ക്യാൻ യൂസ് ഓളിയം H2S2O7. അപ്പോൾ ഇവിടെ Cl ആൾറെഡി ഉണ്ട്. നിങ്ങൾക്കറിയാം സൾഫോണേഷനായിട്ട് വരുമ്പോൾ ഇവിടെ വരുന്ന ഗ്രൂപ്പ് ഏതാണെന്ന് അറിയാം അല്ലേ? SO3H എന്ന് പറയുന്ന ഗ്രൂപ്പാണ് സൾഫോണേഷൻ്റെ കേസിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് വരാൻ പോകുന്ന ഗ്രൂപ്പ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓർത്തോ പൊസിഷനിലും SO3H ഗ്രൂപ്പ് വരും, അതുപോലെ പാരാ പൊസിഷനിലും SO3H ഗ്രൂപ്പ് വരും. പാരാ പ്രൊഡക്റ്റ് ആയിരിക്കും മേജർ പ്രൊഡക്റ്റ്, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. ഓക്കെ, പക്ഷെ നെയിം ഇടുമ്പോൾ ഇവിടെ SO3H ഈസ് എ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ്, പ്രധാനപ്പെട്ട ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ക്ലോറിനെ നമ്മൾ അങ്ങനെ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് കണക്കാക്കാറില്ല, എപ്പോഴും സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ഇവിടെ ഇനി പേരറിയപ്പെടുക സൾഫോണിക് ആസിഡ് എന്നുള്ള പേരിലാണ്. ക്ലോറിൻ്റെ പ്രാധാന്യം കുറയും. ഓക്കെ, അപ്പോൾ നൗ this is going to be the first substituent and now this is second. ഓക്കെ, SO3H വന്നതോടെ ക്ലോറിൻ്റെ പ്രാധാന്യം കുറഞ്ഞു. അപ്പോൾ പേരെന്താവും? 2-chlorobenzene sulfonic acid. ആദ്യത്തെ പേരെന്താണ്? 2-chlorobenzene sulfonic acid എന്നാണ് പേര്. രണ്ടാമത്തെ 4-chlorobenzene sulfonic acid. അവിടെ എന്തുകൊണ്ടാണ് പേര് ഈ രീതിയിൽ മാറിയത് എന്ന് മനസ്സിലാക്കുക. കാരണം ക്ലോറിൻ തന്നെ ആയിരുന്നപ്പോൾ ക്ലോറോബെൻസീൻ എന്നായിരുന്നു പേര്. ബട്ട് വെൻ SO3H കംസ് ആസ് ദ സെക്കൻഡ് ഫങ്ഷൻ ഗ്രൂപ്പ്, നൗ ഇറ്റ് ഈസ് ദ മേജർ ഫങ്ഷൻ ഗ്രൂപ്പ് ഔട്ട് ഓഫ് ദീസ് ടു. ഈ രണ്ടെണ്ണത്തിൽ പ്രിൻസിപ്പൽ ഫങ്ഷൻ ഗ്രൂപ്പ് SO3H ആയി മാറും. അപ്പോൾ നൗ ദ കോമ്പൗണ്ട് ഈസ് നോൺ ആസ് സൾഫോണിക് ആസിഡ്. അങ്ങനെയാണ് പേര് അറിയപ്പെടേണ്ടത്. ക്ലോറിൻ്റെ പ്രാധാന്യം കുറഞ്ഞു. അപ്പോൾ 2-chlorobenzene sulfonic acid, 4-chlorobenzene sulfonic acid, 4-chlorobenzene sulfonic acid, and the major product is again the para product. Para product ആണ് ആ കേസിൽ മേജർ പ്രൊഡക്റ്റ്. ഓക്കെ, നൗ ഇനിയും 2 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസും കൂടി ഉണ്ട്. അതും ലാസ്റ്റ് ഇയർ പഠിച്ചത് തന്നെയാണ്. ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ ആണ് ഒന്നാമത്തത്. ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ. ഫ്രിഡൽ-ക്രാഫ്റ്റിൻ്റെ തന്നെ 2 റിയാക്ഷൻ ഉണ്ട്, ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷനും ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് അസൈലേഷനും. ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ reaction. About Friedel-Crafts alkylation. It is also similar to Friedel-Crafts alkylation of benzene. ബെൻസീനിൽ പഠിച്ച പോലെ തന്നെയാണ് ഇവിടുത്തെ Friedel-Crafts alkylation. Friedel-Crafts alkylation എപ്പോഴാണ് ഉപയോഗിക്കുക? ഈ ബെൻസീൻ റിംഗിൽ നമുക്ക് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആയ CH3, C2H5 പോലെയുള്ള ഗ്രൂപ്പുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് Friedel-Crafts alkylation യൂസ് ചെയ്യുക. Friedel-Crafts alkylation is used when we want to introduce the groups like CH3, C2H5, that is alkyl groups in the benzene ring. ഓക്കെ, അപ്പോൾ ഇവിടെ ആൾറെഡി ക്ലോറിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂൻ്റ് ഉണ്ട്. രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ CH3 ഗ്രൂപ്പാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ റിയേജൻ്റ് എന്താ ഉപയോഗിക്കേണ്ടത്? ക്ലോറോമീത്തേൻ ഉപയോഗിക്കണം. ഓക്കെ, അലോങ് വിത്ത് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ആസ് ദ കാറ്റലിസ്റ്റ്. ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് എന്ന് കേട്ടാൽ അവിടെ വേണ്ട കാറ്റലിസ്റ്റ് ആണ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ ആണെങ്കിലും അസൈലേഷൻ ആണെങ്കിലും വേണ്ട കാറ്റലിസ്റ്റ് ആണ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. ഓക്കെ, അതില്ലാതെ ആ ഇക്വേഷൻ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് ഓർത്തോ പൊസിഷനിൽ CH3 വരും. ഓക്കെ, ഇവിടുത്തെ ഇതായിട്ട് വരുന്ന ആളാരാ? CH3 ആണ് ഇവിടെ വരിക. CH3+ എന്ന് പറയുന്ന ആളാണ് അവിടുത്തെ ഇലക്ട്രോഫൈൽ. CH3 ആണ് ഇവിടെ നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് വരിക. ഓക്കെ, സോ in the first product in the ortho position there will be a CH3 substituent, and in the second product in the para position there will be a CH3 substituent. ഓക്കെ, ഇനി ഇവിടെ Cl ഇല്ല എന്ന് വിചാരിക്കേ. ഇതിൻ്റെ പേരെന്താ? Cl ഇല്ല എങ്കിൽ ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താ? മീഥൈൽ ബെൻസീൻ ഓർ ടൊളുവിൻ ആണ് പേര്. Cl ഇല്ലെങ്കിൽ മീഥൈൽ ബെൻസീൻ അല്ലെങ്കിൽ ടൊളുവിൻ എന്നാണ് കോമൺ നെയിമായിട്ട് പറയുക. മീഥൈൽ ബെൻസീൻ എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ ഇവിടെ Cl കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ CH3 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നൈട്രോയിൽ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് നോട്ട് എ പ്രിൻസിപ്പൽ ഫങ്ഷൻ ഗ്രൂപ്പ്. രണ്ടുപേരും പ്രിൻസിപ്പൽ ഫങ്ഷൻ ഗ്രൂപ്പ് അല്ല. അപ്പം രണ്ടുപേരും ബെൻസീൻ്റെ മുന്നിൽ പ്രീഫിക്സ് ആയിട്ടാണ് നെയിം പറയേണ്ടത്. ക്ലോറോ എന്നുള്ള പേരും മീഥൈൽ എന്നുള്ള പേരും രണ്ടുപേരും എന്ത് ചെയ്യണം? പ്രീഫിക്സ് ചെയ്യണം.
പ്രീഫിക്സ് ചെയ്യുമ്പോൾ ആരുടെ പേരിനാണ് ഇവിടെ പ്രാധാന്യം കിട്ടുക? ക്ലോറിൻ്റെ പേരിനാണ്. കാരണം സി കംസ് ബിഫോർ എം ഇൻ ദി ആൽഫബറ്റിക്കൽ ഓർഡർ. ആ ഒരു റൂള് മാത്രമേ ഇവിടെ പറ്റുള്ളൂ, രണ്ടുപേരും പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് അല്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പേര്? 1-ക്ലോറോ 2-മീഥൈൽ ബെൻസീൻ, അല്ലെങ്കിൽ 1-ക്ലോറോ ടൊളുവീൻ എന്നും വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയുമ്പോൾ അത് കോമൺ നെയിം ആവും. 1-ക്ലോറോ 2-മീഥൈൽ ബെൻസീൻ. ഓക്കെ, അല്ലെങ്കിൽ ക്ലോറോ ടൊളുവീൻ. അവിടെ 1-ക്ലോറോ ടൊളുവീൻ എന്ന് പറയണ്ട, ക്ലോറോ ടൊളുവീൻ എന്ന് പറയാം. ഓക്കെ, ഇതാണ് IUPAC. ഇവിടെയോ 4-ക്ലോറോ 1-മീഥൈൽ, സോറി 4-ക്ലോറോ അല്ല 1-ക്ലോറോ അല്ലേ, 1-ക്ലോറോ 4-മീഥൈൽ ബെൻസീൻ. 1-ക്ലോറോ 4-മീഥൈൽ ബെൻസീൻ. ഇവിടെ മേജർ പ്രൊഡക്റ്റ് ഏത് തന്നെയാണ്? പാരാ പ്രൊഡക്റ്റ് തന്നെയാണ് മേജർ പ്രൊഡക്റ്റ്. പാരാ പൊസിഷനിൽ CH3 വന്നിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഇവിടെയും മേജർ പ്രൊഡക്റ്റ്. ഓക്കെ, ഇനി ഒരു റിയാക്ഷനും കൂടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലുണ്ട്. ഇതിൻ്റെ ഒരു വകഭേദമാണ് ഫിഡൽ-ക്രാസ് ആൽക്കൈലേഷൻ്റെ. ആ റിയാക്ഷൻ നമ്മൾ എന്താ പേര് പറയാം? ഫിഡൽ-ക്രാസ് അസൈലേഷൻ എന്നാണ് പറയാം. ഫിഡൽ-ക്രാസ് അസൈലേഷൻ. ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ആൽക്കൈലേഷനും അസൈലേഷനും തമ്മിൽ. ആൽക്കൈലേഷനിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗ്രൂപ്പ് CH3 ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രൂപ്പുകൾ CH3CO ഇതുപോലത്തെ ഗ്രൂപ്പുകളാണ്. CH3CO, അതുപോലെ C2H5CO അസൈൽ ഗ്രൂപ്പുകളാണ് നമ്മളവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ്, അവിടെ അസൈൽ ഗ്രൂപ്പ്. ഓക്കെ, സോ വാട്ട് ആർ ദ ചേഞ്ചസ് ഇൻ ദ റിയേജൻസ്? നോ ചേഞ്ച് ഫോർ അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിന് ചേഞ്ച് ഒന്നുമില്ല. അത് ഫിഡൽ-ക്രാസ് എന്ന് കേട്ടാൽ ആരോയിൽ മറക്കാതെ അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് എഴുതണം. ഓക്കെ, ഇനി CH3CO ഇവിടെ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട റിയേജൻ്റ് എന്താണ്? CH3COCl, ആസിഡ് ക്ലോറൈഡ്. ദിസ് ഈസ് എ കോമ്പൗണ്ട് ഇൻ ദ കാറ്റഗറി ഓഫ് ആസിഡ് ക്ലോറൈഡ്സ്. എന്താണ് ആസിഡ് ക്ലോറൈഡ്സ്? CH3COOH. ദിസ് ഈസ് ആൻ ഓർഗാനിക് ആസിഡ്, കാർബോക്സിലിക് ആസിഡ്, എത്തനോയിക് ആസിഡ്, അസറ്റിക് ആസിഡ്. കോമൺ നെയിം, ഈ ആസിഡിൻ്റെ കോമൺ നെയിം എന്താണ്? അസറ്റിക് ആസിഡ്. IUPAC നെയിം എന്താണ്? എത്തനോയിക് ആസിഡ്. ഇവിടുത്തെ OH Cl കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതെന്ത്? ആദ്യം അത് കാർബോക്സിലിക് ആസിഡ് എന്നുള്ള വിഭാഗത്തിൽപ്പെട്ടതായിരുന്നു. നമ്മൾ CH3COOH എന്ന് എഴുതുമ്പോൾ ഇത് കാർബോക്സിലിക് ആസിഡ് എന്നുള്ള വിഭാഗത്തിൽപ്പെടുന്ന ആസിഡ് എന്ന കോമ്പൗണ്ട് ആയിരുന്നു. ഈ OHനെ Cl കൊണ്ട് റീപ്ലേസ് ചെയ്താൽ പിന്നെ ഈ കാറ്റഗറിക്ക് എന്താ നമ്മൾ പറയുക? ആസിഡ് ക്ലോറൈഡ്സ് എന്നാണ് പറയുക. ഓക്കെ, ഈ ആസിഡ് ക്ലോറൈഡിൻ്റെ പേര് അസറ്റൈൽ ക്ലോറൈഡ്. കോമൺ നെയിം ഈസ് അസറ്റൈൽ ക്ലോറൈഡ്. IUPAC നെയിം എന്താ? എത്തനോയിൽ ക്ലോറൈഡ്. എന്തുകൊണ്ടാണ് എത്തനോയിൽ ക്ലോറൈഡ്? ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം എത്തനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡ് നിന്ന് ഫോം ചെയ്തുകൊണ്ട് എത്തനോയിൽ ക്ലോ. അപ്പോൾ അസൈലേഷനിൽ ശ്രദ്ധിക്കുക, എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത് ആരാണ്? ആസിഡ് ക്ലോറൈഡ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ COCH3 is the substituent at the ortho position. In the second compound, it is at the para position. This is the major product. നേരത്തെ പറഞ്ഞ എല്ലാ കേസിലും പറഞ്ഞ പോലെ മേജർ പ്രൊഡക്റ്റ് ഈസ് പാരാ പ്രൊഡക്റ്റ്. ഇനി ഇതിന് പേരിടുമ്പോൾ ഇപ്പം ഇവിടെ നേരത്തെ സൾഫോണിക് ആസിഡിൻ്റെ ഒക്കെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രാധാന്യം കുറയും. ബിക്കോസ് COCH3CO എന്ന് പറയുന്നത് ഒരു സൈഡിൽ അരയിൽ ഗ്രൂപ്പ്, മറ്റേ സൈഡിൽ ആൽക്കൈൽ ഗ്രൂപ്പ്, നടുക്ക് CO, ഇങ്ങനെയാണ് വരുന്നത്. ArCOR. ഇതൊരു കീറ്റോണിക് ഫങ്ഷണൽ ഗ്രൂപ്പായി മാറി. ഒരു സൈഡിൽ അരയിൽ റിങ്, ഈ CH3 എന്ന് പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പ്, 6 നടുക്ക് C ഡബിൾ ബോണ്ട്. സോ ഇറ്റ് ഈസ് എ കീറ്റോൺ. നമുക്കിപ്പോൾ കിട്ടിയ പ്രോഡക്റ്റ് എന്താണ്? ഈസ് എ കീറ്റോൺ. ഈ കീറ്റോണിക് ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നതോടുകൂടെ ആരുടെ പ്രാധാന്യം കുറഞ്ഞു? ക്ലോറിൻ്റെ പ്രാധാന്യം കുറഞ്ഞു. നൗ ദ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് കീറ്റോ ഗ്രൂപ്പ്. ഓക്കെ, സെക്കൻഡ് പൊസിഷനെ ആർക്ക് വരുള്ളൂ? ക്ലോറിന് വരുള്ളൂ. അപ്പോൾ പേരെങ്ങനെയാണ് എഴുതുക? ഇനിയിപ്പോൾ ഇവിടെ Cl ഇല്ലെങ്കിൽ ഈ കീറ്റോൺ എന്ന് പറയുന്ന പേരാണ് അസറ്റോഫിനോൺ. അപ്പോൾ Cl ഉണ്ടെങ്കിൽ അപ്പോൾ എന്താ പേരിടുക? 2-ക്ലോറോ അസറ്റോഫിനോൺ. അപ്പോൾ അടുത്തതോ ഇതിനെന്തായിരിക്കും പേര്? 4-ക്ലോറോ അസറ്റോഫിനോൺ. ഓക്കെ, ഈ അസറ്റോഫിനോൺ ആക്ച്വലി
കോമൺ നെയിം ആണെങ്കിൽ പോലും മിക്കവാറും നമ്മൾ അത് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് ആ കേസിൽ UPSC നെയിം ആലോചിച്ച് പോകേണ്ട കാര്യമില്ല. അത് നമ്മൾ അസറ്റോഫിനോൺ തന്നെയാണ് ഏറെക്കുറെ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ 2-ക്ലോറോ അസറ്റോഫിനോൺ ആൻഡ് 4-ക്ലോറോ അസറ്റോഫിനോൺ. ഇത് ഈ പറയുന്ന CH3COCl ഏത് ഫാമിലിയിൽ വരുന്നതാണ്? ആസിഡ് ക്ലോറൈഡ്സ്. ഇതിൻ്റെ കോമൺ നെയിം അസറ്റൈൽ ക്ലോറൈഡ്, UPSC നെയിം എത്തനോയിൽ ക്ലോറൈഡ്. ഓക്കെ, അങ്ങനെ നമ്മൾ 5 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഡിസ്കസ് ചെയ്തു. ഹാലോജിനേഷൻ, അതിൽ ക്ലോറിനേഷൻ പറഞ്ഞു, നൈട്രേഷൻ, സൾഫോണേഷൻ, ഫുഡൽക്രാസ് റിയാക്ഷനിൽ തന്നെ 2 ഫുഡൽക്രാസ് ആൽക്കൈലേഷനും ഫുഡൽക്രാസ് അസൈലേഷനും. ഓക്കെ, ഇനി കുറച്ചുകൂടെ ചാപ്റ്റർ തീരാൻ കുറച്ചുകൂടെ ഒരു ക്ലാസ്സും കൂടെ ഉണ്ട്. അതിപ്പോൾ അടുത്ത ലെസണിൽ, അടുത്ത ക്ലാസ്സിൽ നമുക്കത് പറയാം. വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ, ദെൻ പോളിഹാലജൻ കോമ്പൗണ്ട്സ് പറഞ്ഞൊരു ടോപ്പിക്കും കൂടി ഉണ്ട്. ഓക്കെ, അതോടുകൂടെ ഈ ലെസൺ കഴിയും. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ലാസ്റ്റ് ഇയർ പഠിച്ചതിൻ്റെ കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലാണ്, അത്രയേ ഉള്ളൂ.